ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാന ചിന്തയ്ക്കായി മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യത്തിൽ യേശു പറഞ്ഞ 10 കന്യമാരുടെ ഉപമയെക്കുറിച്ചാണ്. ഈ ഉപമ യേശു പറയുന്നതിൻ്റെ പശ്ചാത്തലം 24-ാം അധ്യായത്തിൽ യേശു ഒലിവ് മലയിലിരിക്കുമ്പോൾ ശിഷ്യന്മാർ അവനോട് അവൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചും ലോകാവസാനത്തിന് അടയാളത്തെക്കുറിച്ചും ചോദിക്കുന്നു. അതിന് മറുപടിയായി യേശു അന്ത്യകാലത്ത് ലോകത്ത് സംഭവിക്കാനുള്ള അനേകം കാര്യങ്ങൾ അവൻ്റെ വരവിൻ്റെ അടയാളമായി പറഞ്ഞു. എന്നാൽ ഇതൊന്നും ഏത് സമയത്ത് നടക്കുമെന്ന് യേശു പറഞ്ഞിട്ടില്ല. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ എന്ന് പറഞ്ഞാണ് യേശു തൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചുള്ള വിശദീകരണം അവസാനിപ്പിക്കുന്നത്. അതിനുശേഷം യേശു ഇതിനെ ആസ്പദമാക്കി 3 ഉപമകൾ പറയുന്നു. അതിൽ രണ്ടാമത്തെ ഉപമയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. സ്വർഗരാജ്യം മണവാളിനെ എതിരേൽപ്പാൻ വിളക്ക് എടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യമാരോട് സദൃശ്യമാകും. യഹൂദ പശ്ചാത്തലത്തിൽ നടക്കുന്ന വിവാഹത്തെ ഉപമിച്ചുകൊണ്ടാണ് യേശു ഈ ഉപമ പറയുന്നത്. യഹൂദ വിവാഹങ്ങൾ രാത്രികാലങ്ങളിലാണ് നടക്കാറ്. വിവാഹത്തിനായി വധുവിൻ്റെ വീട്ടിലേക്ക് വരുന്ന മണവാളിനെ വധുവിൻ്റെ തോഴിമാർ വഴിമധ്യ എതിരേറ്റ് മണവാട്ടിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാറുണ്ട്. എന്നാൽ യേശു പറഞ്ഞ ഈ ഉപമയിൽ മണവാട്ടിയെക്കുറിച്ച് പറയുന്നില്ല. പകരം മണവാളിനെക്കുറിച്ചും മണവാളിനെ കാത്തിരിക്കുന്ന കന്യകമാരെക്കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നത്. അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണയെടുത്തില്ല. ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. ആരാണ് ബുദ്ധിയുള്ളവർ? ലോകപ്രകാരം ബുദ്ധിയുള്ളവരെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. സങ്കീർത്തനം 53:2 14:2 ഇപ്രകാരം പറയുന്നു: ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ദൈവം പറയുന്നു, ദൈവത്തെ അന്വേഷിക്കുന്നവനാണ് ബുദ്ധിമാനെന്ന്. ഈ 10 പേരെക്കുറിച്ച് പറയുന്നത് ഇവർ എല്ലാവരും കന്യകമാരായിരുന്നുവെന്നും അവർ മണവാളിനായി കാത്തിരിക്കുന്നവരായിരുന്നുവെന്നും അവരുടെ എല്ലാവരുടെയും കയ്യിൽ വിളക്കുണ്ടായിരുന്നുവെന്നുമാണ്. ബാഹ്യമായ രൂപത്തിലും ഭാവത്തിലും ഇവർ 10 പേരും ഒരുപോലെയാണ്. അതിനർത്ഥം അവരെല്ലാം ആരാധനയിൽ പങ്കെടുക്കുന്നവരും രക്ഷിക്കപ്പെട്ട വിശ്വാസം ജീവിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നവരുമാണ്. എന്നാൽ ആന്തരികമായി നോക്കിയാൽ ഇവരുടെ 5 പേരുടെയും തയ്യാറെടുപ്പിൽ അപാകതയുണ്ടായിരുന്നു. വിളക്കും എണ്ണയും എപ്പോഴും ഒരുക്കി വയ്ക്കുക എന്നുള്ളത് മണവാളിനായി അവർ തീഷ്ണതയോടെ കാത്തിരിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. തയ്യാറെടുപ്പിലും കാത്തിരിപ്പിൻ്റെ സത്യസന്ധതയിലുമാണ് ഈ ഉപമയുടെ മുഖ്യ ആശയം അടങ്ങിയിരിക്കുന്നത്. 5-ാം വാക്യത്തിൽ പറയുന്നു: മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ചുറങ്ങി. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവിൻ എന്ന ആർപ്പുവിളിയുണ്ടായി. 7-ാം വാക്യത്തിൽ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു എന്നാണ് നാം വായിക്കുന്നത്. അതിൻ്റെ അർത്ഥം 10 പേരുടെയും വിളക്ക് ആദ്യം കത്തിയിരുന്നു. എന്നാൽ അധികം എണ്ണ കരുതാത്തതുകൊണ്ട് ബുദ്ധിയില്ലാത്തവരുടെ വിളക്ക് കെട്ടുപോയി. ബുദ്ധിയില്ലാത്തവർ കുറേ എണ്ണ ബുദ്ധിയുള്ളവരോട് കടം ചോദിച്ചു. എന്നാൽ അവർ എണ്ണ കൊടുത്തില്ല. കാരണം എണ്ണ എന്നത് പരിശുദ്ധാത്മ നിറവിനെയോ വിശ്വാസത്തെയോ ആന്തരിക ഒരുക്കത്തെയോ പ്രത്യാശയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അത് വ്യക്തിപരമാണ്. ആർക്കും കടം കൊടുക്കുവാൻ കഴിയുകയില്ല. ബുദ്ധിയില്ലാത്തവർ എണ്ണ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. അവൻ കത്തുന്ന വിളക്കുമായി നിന്ന 5 കന്യകമാരെയും കൊണ്ട് വിവാഹ സദ്യയിൽ പ്രവേശിച്ചു. വാതിലടച്ചു. മറ്റ് 5 കന്യകമാർ എണ്ണ വാങ്ങി വിളക്ക് കത്തിച്ച് വാതിൽക്കൽ മുട്ടി വിളിച്ചു: കർത്താവേ, കർത്താവേ, ഞങ്ങൾക്ക് തുറക്കണമേ. മണവാളൻ അവരോട്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറഞ്ഞു. വൈകിയുള്ള ഒരുക്കം അപകടകരമാണ്. അവർക്കിനി മറ്റൊരവസരം ലഭിക്കുകയില്ല. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായകൊണ്ട് ഉണർന്നിരിപ്പിൻ എന്ന് വചനം ഓർപ്പിക്കുന്നു. മത്തായി 7:21 പറയുന്നു: എന്നോട് കർത്താവേ, കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്നായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. 1 തെസ്സലോനിക്കർ 4:3 എൻ്റെ പിതാവിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അനുദിനം വിശുദ്ധിയോടെ, പ്രതിസന്ധികളിൽ തളരാത്ത വിശ്വാസത്തോടെ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പ്രത്യാശയോടെ കർത്താവിൻ്റെ വരവിനായി ഒരുക്കത്തോടെ ആയിരിക്കാൻ നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു.
ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.